സർക്കാർ ആർഭാടം തുടരുന്നതിനിടെ പരീക്ഷാ നടത്തിപ്പിൽ പണമില്ലാതെ വിദ്യാഭ്യാസ വകുപ്പ്. SSLC +2 ക്ലാസുകളിലെ പരീക്ഷ നടത്താൻ പണമില്ലാതെ ബദൽ നടപടി സ്വീകരിക്കാൻ ഒരുങ്ങി ഉത്തരവ്. സ്കൂളുകളുടെ ദൈനംദിന ചെലവുകൾക്കായുള്ള PD അക്കൗണ്ടിൽ നിന്ന് പണമെടുക്കാൻ അനുവദിക്കണമെന്നാവശ്യപ്പെട്ട് പരീക്ഷാ സെക്രട്ടറിയും പൊതുവിദ്യാഭ്യാസ ഡയറക്ടറും സർക്കാരിന് കത്ത് നൽകിയിരുന്നു. ഇതിന് അനുമതി നൽകിയാണ് സർക്കാർ ഉത്തരവ്. SSLC +2 ക്ലാസുകളിലെ പരീക്ഷ നടത്താൻ പണമില്ലാത്ത സാഹചര്യത്തിൽ സ്കൂളുകളുടെ നിത്യച്ചെലവിനുള്ള ഫണ്ട് ഉപയോഗിക്കാനാണ് വിദ്യാഭ്യാസ വകുപ്പിന്റെ ഉത്തരവ്. SSLC IT പരീക്ഷ, ഹയർ സെക്കൻഡറി പരീക്ഷകൾക്ക് പണം കണ്ടെത്താനാണ് വിദ്യാഭ്യാസ വകുപ്പ് പുതിയ വഴി തേടിയത്. സർക്കാരിൽ നിന്ന് പണം ലഭിക്കുന്ന മുറയ്ക്ക് സ്കൂളുകൾക്ക് ചിലവാകുന്ന പണം തിരികെ നൽകുമെന്നും ഉത്തരവിൽ പറയുന്നു. സ്കൂളുകളുടെ ദൈനംദിന ചെലവുകൾക്കായുള്ള PD അക്കൗണ്ടിൽ നിന്ന് പണമെടുക്കാൻ അനുവദിക്കണമെന്നാവശ്യപ്പെട്ട് പരീക്ഷാ സെക്രട്ടറിയും പൊതുവിദ്യാഭ്യാസ ഡയറക്ടറും സർക്കാരിന് കത്ത് നൽകിയിരുന്നു. ഇതിന് അനുമതി നൽകിയാണ് ഇപ്പോൾ ഉത്തരവിറങ്ങിയിരിക്കുന്നത്. പണം ലഭിക്കുന്ന മുറയ്ക്ക് തിരികെ നിക്ഷേപിക്കണമെന്ന വ്യവസ്ഥയിലാണ് അനുമതി നൽകിയത്. കഴിഞ്ഞ വർഷം ഹയർ സെക്കൻഡറി പരീക്ഷ നടത്തിപ്പിൽ 21 കോടി രൂപയും VHSC പരീക്ഷയ്ക്ക് 11 കോടിയും SSLC IT പരീക്ഷയ്ക്ക് 12 കോടി രൂപയും ചെലവായിരുന്നു. ആകെ 2022-23 അധ്യയന വർഷം പരീക്ഷാ നടത്തിപ്പിന് ചെലവായ 44 കോടി രൂപയാണ് പൊതുവിദ്യാഭ്യാസ വകുപ്പിന് കുടിശ്ശികയായുള്ളത്. ഈ കുടിശ്ശിക നിലനിൽക്കെയാണ് പുതിയ നീക്കം. ജനം, തിരുവനന്തപുരം.